പ്രതിസന്ധിയുടെ ഏത് ഘട്ടത്തിലാണ് ചേച്ചിക്കൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്? ഈ പറയുന്ന പടങ്ങളിൽ ഡാൻസറായി പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ശശിയേട്ടൻ്റെ ഒരു വിളി വരുന്നുണ്ട്. മീൻസ് എന്ന് പറഞ്ഞാൽ ഒരു ആള് സ്റ്റുഡിയോയിൽ തന്നെ ആൾ വന്ന് ചോദിക്കുന്നുണ്ട്, അതെ ഐ വി ശശിക്ക് വേണ്ടിയിട്ട് അഭിനയിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഐ വി ശശി ആരാണെന്ന് സത്യമായിട്ട് എനിക്കറിയാം. സ്റ്റുഡിയോയില് ഞാനും നാഗേഷും ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഓരോരുത്തരുടെ രൂപത്തിലും ദൈവത്തിനെ ഞാൻ കാണുകയാണ്. ഇപ്പം അമ്മ ദൈവം വന്നിട്ട് മുന്നിൽ ദൈവമായിട്ട് വരില്ലല്ലോ, മനുഷ്യരൂപത്തിലല്ലേ വരുന്നേ. അമ്മ എന്നുള്ളൊരു വ്യക്തിനെ ഒരു ദൈവമാണ്. ഇപ്പോൾ ബേബിയേട്ടൻ എന്നെ കൊണ്ടുവന്നു, വിജയേട്ടൻ എന്നെ കൊണ്ടുവന്നു, എൻ്റെ മാസ്റ്റേഴ്സ് ചോപ്ര മാസ്റ്റർ ഉണ്ട്, രാം മാസ്റ്റർ ഉണ്ട്, മാധവ് മാസ്റ്റർ ഉണ്ട്, മൂർത്തി മാസ്റ്റർ എന്നുള്ളത് നളിനീൻ്റെ അച്ഛൻ. ഇവരൊക്കെ എൻ്റെ ജീവിതത്തിലുള്ള ഓരോരോ ദൈവങ്ങളാണ്. ഇപ്പം മാധവ് മാസ്റ്റർ നിഴലേ നീ സാക്ഷി അതിന് അഭിനയിക്കാൻ മോളെ അവർ ചോദിക്കുന്നു ബേബിയേട്ടൻ. അപ്പം ബേബിയേട്ടൻ ഒരു ദൈവമാണ് എനിക്ക്, വിജയേട്ടൻ ഒരു ദൈവമാണ്. അപ്പം ഈ മനുഷ്യരെ ദൈവങ്ങളുടെ രൂപത്തിലാണ് എന്നെ വന്ന് ഒരുപാട് സഹായിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് ഡാൻസ് രാസലീല പാട്ടിന്, രാസലീലയും പിന്നെ ഈ വയലിലൊക്കെ ഉണ്ടാവും സോങ്ങിനും അതിലും ഉണ്ടായിരുന്നു ചേച്ചി. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് കാണിക്കുന്ന ഡാൻസേഴ്സിൽ ഫസ്റ്റ് ഷോട്ടിൽ ചേച്ചിയുണ്ട്. അതെ, അതില് ഒരു ഹരിപ്പോത്തിന്റെ കൂടെ ഒരു മണിയണ്ണ എന്ന് പറഞ്ഞൊരു ആളുണ്ടാവും. അങ്ങേരെ എപ്പം നോക്കില്ല ആ കുട്ടീൻ്റെ ഇടയ്ക്ക് ശശി, ആ കുട്ടീൻ്റെ ഇടയ്ക്ക് ശശി, ആ കുട്ടീൻ്റെ ഇടയ്ക്ക് ശശി എന്ന് പറയുന്നുണ്ട്. അപ്പം ആദ്യം കാണുന്നത് ഞാൻ ശശിയേട്ടനെ തന്നെ ഈ രാസലീല എന്ന് പറഞ്ഞ സോങ്ങിനാണ്. അപ്പം ഈ പുള്ളിക്കാരൻ മുകളിൽ ക്രെയിനിലിരുന്നിട്ട് എപ്പോഴും നമ്മൾ ക്യാമറമാൻ്റെ കൂടി ക്യാമറ അസിസ്റ്റൻ്റേ ഇരിക്കുള്ളൂ ക്രെയിനിൻ്റെ പുറത്ത്. ഒരിക്കലും ഡയറക്ടർ കയറി ഇരിക്കൂല. ഈ മനുഷ്യൻ ഡയറക്ടറാണെന്ന് എനിക്കറിഞ്ഞില്ല. എന്തുപോലെ ഇവിടെ ഒരു സ്ഥലം, എന്തുപോലെ ഇവിടെ ഒരു സ്ഥലം, ഇവിടെ നിന്നൊക്കെ ഞാൻ പറഞ്ഞു ഏക്കാ ആൾക്ക് അത്ര അറിയുമോ, ചെറിയാളുള്ള ആൾക്കാരെന്ന് പറഞ്ഞു. അയ്യോ എന്താൾ തണ്ടി ഡയറക്ടർ. ഞാൻ പറഞ്ഞു അയ്യോ എന്ന് പറയും ഇങ്ങനെ തല താത്തി. അതാണ് ഇതൊക്കെ ഒരു എല്ലാവരും നിമിത്തങ്ങളാണ്. അതേപോലെ തന്നെ അവളുടെ രാവുകളിലേക്ക് വരുമ്പോൾ ക്യാരക്ടർ ഭയങ്കര ബോൾഡായിട്ടുള്ള ക്യാരക്ടറായിരുന്നു ചേച്ചി. അതിലൊരു സീന് ഞാൻ കാണിക്കാം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഡെപ്ത് ഉണ്ടായിരുന്നു ആ ക്യാരക്ടറെന്ന് മനസ്സിലാക്കുന്ന സാധനമാണ്. അമ്മ അതൊന്നും എനിക്കറിയില്ല. ഇതൊക്കെ ശശിയേട്ടൻ്റെ ഇതാണോ? അത് ഷെരീഫ് സാറല്ലേ അത് എഴുതിയിരിക്കണേ? ഷെരീഫ് സാറ്, ഷെരീഫ് ഞങ്ങൾ എടാന്ന് വിളിച്ചാലും പോടാന്ന് പറഞ്ഞാലും നിങ്ങളെ പോലുള്ളവർക്ക് പരിഭവം പോലും ഇല്ല. അതെ, അയാൾക്കത് മനസ്സിലായില്ല. നീ എന്തൊക്കെയോ പറയുന്നു എന്നാണ് അയാൾ ഡയലോഗ് പറയുന്നത്. സത്യമാണ്. പക്ഷെ ഇന്നും പ്രസക്തമാകുന്ന ചില കാര്യങ്ങളാണ് അതിനകത്ത്. ശശി സാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് പ്രോസ്റ്റിറ്റ്യൂട്ട് ആവാൻ വേണ്ടിയിട്ട് ശ്രീദേവി ജയഭാരതിയൊക്കെ പോയി കണ്ടിട്ട് അന്നത്തെ പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകളെയൊക്കെ പോയി കണ്ടു, പക്ഷെ നടന്നില്ല. അഭിനയിക്കില്ല എന്ന് പറഞ്ഞു. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ വേഷം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരു കാമ്പുള്ളൊരു കഥയാണ് അതിനകത്തുള്ളത്. ഒരു പെണ്ണിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് അതിനകത്ത് കാണിക്കുന്നത്. ആ കാണുന്ന കാഴ്ചയ്ക്കപ്പുറത്തേക്ക് അതിൻ്റെ ഉൾക്കാഴ്ചകൾ ഒരുപാടുള്ള സിനിമയാണ് അവളുടെ രാവുകൾ എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രമേയമാണ് അതിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നതും. പക്ഷേ ഈ ബോൾഡ്നെസ്സിനെ അന്ന് അത്ര കൃത്യമായി മനസ്സിലാക്കിയില്ല. പക്ഷെ തിയേറ്ററിൽ വൻ വിജയമായിരുന്നു. ഐ വി ശശിയുടെ മുഖം മാറ്റിയ സിനിമയാണ് അവളുടെ രാവുകൾ എന്ന് പറയുന്നത്. ചേച്ചിയുടെയും ജീവിതം മാറ്റിമറിച്ച ഒരുപാട് റോളുകൾ വന്ന സിനിമയാണ്. പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ് എനിക്ക് അങ്ങനെ ഒരു യാതൊരു ഇതുമില്ല. പറഞ്ഞു തന്നിട്ടുമില്ല. അഭിനയിക്കുമ്പോൾ ഇതൊക്കെ ചില സീനിൽ ഞാൻ പോയൊരു ബാത്റൂമിൽ കരയും. എന്തിനാ അങ്ങനെ, നീ കരഞ്ഞോ എന്ന് ചോദിക്കും ശശിയേട്ടൻ. ആണ്, എന്തിനാ കരുന്നേ? എനിക്ക് വൃത്തിയുടെ ഇരിക്കുന്നത്, എന്തിനാ ഇങ്ങനെ അഭിനയിപ്പിക്കുന്നത് എന്നു ചോദിച്ചു. അല്ല നിനക്ക് വൾഗർ ഉണ്ടാവില്ല, ഞാനല്ലേ എടുക്കുന്നേ, നീ നോക്കിക്കോ എന്ന് പറയും. പക്ഷെ ഇത്രയും വൻ വിജയമാവും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. ഈറ്റ പറഞ്ഞ പടത്തിന് ഞങ്ങൾ കോതമംഗളം പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഞങ്ങളെല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട്, ഞാൻ, കമല്, ശശിയേട്ടൻ, മേ ബി ഷീല മേണ്ടെന്ന് തോന്നുന്നു, ഒരു 10-20 പേരുണ്ട് കവിതാ തിയേറ്ററിൽ. കോതമംഗലത്ത് നിന്ന് കവിതാ തിയേറ്റർ വന്ന് റോഡിൽ കയറാക്കുന്നില്ല, MG റോഡിൽ തിയേറ്ററിൽ കയറുന്നില്ല, വണ്ടി കയറുന്നില്ല. അപ്പോൾ ശശിയേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നു. എനിക്കൊരു പിടിയില്ല, ഒരു വിവരമില്ല, എൻ്റെ കൂട്ടം ഉണ്ടല്ല. എനിക്ക് അങ്ങനെ ഒന്നും ഒരു പ്രതീക്ഷയുമില്ല, അങ്ങനെ ഒരു ഇതാവുന്ന ഒന്നുമില്ല.
ബ്ലാങ്കാണ് ഞാൻ. അന്നാണ് ആ പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്, സൂപ്പർ ഹിറ്റാണ് കേട്ടോ സിനിമ പടം രാമേത്രേട്ടെ. ഞാൻ പിന്നെ വെച്ചാൽ അതിൻ്റെ ABCD എനിക്കറിയില്ല, ചുമ്മാ ഉള്ള പുളുവൊന്നും അടിക്കാൻ പാടില്ല, ഇത് ഹിറ്റാണോ ഇതാണെന്നൊന്നും എനിക്ക്. പടം നന്നായിട്ടുണ്ട്, അത്രേ ഉള്ളൂ, അത്ര. പക്ഷെ അവളുടെ രാവുകൾ ഷൂട്ട് ചെയ്തത് ഒരു സ്ഥലത്ത് തന്നെ മാറ്റി മാറ്റി. രവിയണ്ണൻ്റെ വീട്, പോലീസ് സ്റ്റേഷൻ, ഹോസ്പിറ്റൽ, അതിൻ്റെ പിന്നിലാണ് ഒരു കുടിലിട്ടിട്ട് എൻ്റെ കുടില്, അതിൻ്റെ ഓപ്പോസിറ്റ് വീടാണ് സോമേട്ടൻ്റെ ലോഡ്ജ്. എന്തൊക്കെ ഈ മനുഷ്യൻ ചെയ്ത് 3 ലക്ഷത്തിന് എന്തെടുത്ത പടമാണ്, 18 ദിവസത്തിൽ തീർത്തു. ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടും ഒരു കലാസംവിധായകനും കൂടി ആയതുകൊണ്ടാണ് ആ പടമൊക്കെ അങ്ങനെ അപ്രോച്ച് ചെയ്യാൻ കഴിഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ. പക്ഷേ ചിലരൊക്കെ പറയുന്നത് ഈ ഒരു സംവിധായകനെ കിട്ടിയപ്പോൾ ഒരു ചിത്രകാരനെ നമുക്ക് നഷ്ടപ്പെട്ടു എന്നാണ്. ചേച്ചി എന്താണ് അതിനെ പറ്റിയിട്ട് കമൻറ്റ് ചെയ്യാനുള്ളത്? അല്ല, എനിക്ക് പുള്ളി രണ്ടും ബാലൻസ് ചെയ്തിട്ടാണ് പോയത്. ആർട്ട് ഡയറക്ടർ എന്നുള്ളത് പുള്ളീൻ്റെ ആ പടത്തിൽ തന്നെ ഉണ്ടാവും, അതുകൊണ്ട് നഷ്ടം ആയിട്ടില്ല എന്നാണ് എൻ്റെ വിചാരം. അസലായി വരയ്ക്കും, വീട്ടിലുള്ളപ്പോഴും വരയ്ക്കും. അവരെയാണ് മകന് കിട്ടിയിരിക്കുന്നത്, ആ മകന് കിട്ടിയിരിക്കുന്നത്, നന്നായി വരയ്ക്കും. തെലുങ്ക് സിനിമയിൽ ആക്റ്റീവാണ്, പടങ്ങൾ ചെയ്യുന്നുണ്ടോ ഇപ്പോൾ? ചെയ്യുന്നുണ്ട്. മകളിപ്പോ ഓസ്ട്രേലിയയിലാണ്. അങ്ങാടി ഒരു സൂപ്പർ ഹിറ്റ് സിനിമയാണ്. അങ്ങാടിയിലെ ആ ജോഡിയെ അന്നത്തെ കാലഘട്ടത്തിലെ പലരും അത്രയും ആരാധനയോടുകൂടി കണ്ടു. ജയൻ സീമ എന്ന് പറയുന്നത് ഭീകരമാണ്. അതെ, അന്നത്തെ കാലല്ല, ഇന്നത്തെ കാലത്തും ഉണ്ട്. അപ്പൊ നോക്കിയാലും ജയൻ സീമ തന്നെ. മനുഷ്യൻ മരിച്ച് 45 കൊല്ലമായി, ഇന്നും അതന്നെ ജയൻ സീമ. അതെ, കണ്ണും കണ്ണും തമ്മിൽ കൈമാറുവാൻ ഒരു കുട്ടി വരുന്നുണ്ട് ഇന്നാള് വന്ന ഒരു, എനിക്ക് എന്ത് ഇഷ്ടറിയോ ജയൻ സീമ. എത്ര വയസ്സായും ചോദിച്ചത്? 40 ആയിട്ടുള്ളൂ. അയാൾ മരിച്ചിട്ട് 45 കൊല്ലമായി. നീ എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചു. ഞങ്ങൾ ഭയങ്കര ഇതാണെന്ന്. ഇത് ജേട്ടൻ്റെ ഒരു ഇത്. അത് പിന്നെ പല സിനിമകൾ അതേപോലെ തന്നെ. ഇപ്പോൾ 77-ൽ അവളുടെ രാവുകൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനില്ലല്ലോ, പക്ഷേ ഞാനിപ്പോൾ ആ സിനിമയെ കുറിച്ച് സംസാരിക്കുന്നില്ലേ. പടുഭാവി. ഈ സിനിമ പോലെ തന്നെ ഈ ക്യാരക്ടേഴ്സ് പലതും ചേച്ചിയാണെന്ന് പലപ്പോഴും ഞങ്ങൾക്ക് തോന്നുന്ന രീതിയിലാണ് ചേച്ചിയുടെ ജീവിതം വായിക്കുമ്പോൾ മനസ്സിലായത്. ഇപ്പോൾ വിശുദ്ധ ശാന്തി വായിക്കുന്ന സമയത്ത് എനിക്ക് ബോധ്യപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് 100 സിനിമയ്ക്കുള്ള കഥ ഉണ്ട് ഇപ്പോഴും അതിനകത്ത്. അതും എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിലൊക്കെ അതിൻ്റെ 20% മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ ചേച്ചിയുടെ കഥ ഈ വിശുദ്ധ ശാന്തിയിലൂടെ. ഇനിയും ഒരുപാട് പറയാനുണ്ട് എന്നർത്ഥത്തിലാണ് ചേച്ചി പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ദീദി ചേച്ചിയോട് ഞാൻ സംസാരിക്കുമ്പോൾ ദീദി പറഞ്ഞത് തന്നെ അതൊരു അത്ഭുത പ്രതിഭാസമാണെന്നാണ്. ഇതെങ്ങനെയാണ് ഈ ഇത്രയും സാധ്യത, അതായത് അപ്പ് ആൻഡ് ഡൗൺസിനെയൊക്കെ ചിരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇവർ നേരിടുന്നത് എനിക്കിതുവരെയ്ക്കും മനസ്സിലായിട്ടില്ലെന്നാണ് ദീദി. താങ്ക് യു ദീദി.